ഇതുവരെ ഇറങ്ങിയതിൽ വെച്ച് ഏറ്റവും വലിയ ഇന്ത്യൻ സിനിമ. $100 മില്യൺ, 835 കോടിയാണ് ഇതിന്റെ ബഡ്ജറ്റ്. മാഗ്നം ഓപ്പസ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് ഐറ്റം. ചുമ്മാ ഒരു അനൗൺസ്മെന്റ് പോലത്തെ ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു രാമായണത്തിന്റെ കഴിഞ്ഞ ദിവസം. ഒരു രക്ഷയില്ല. അതായത് ചുമ്മാ ഇങ്ങനെ പേര് എഴുതി കാണിക്കുന്നുള്ളൂ, പക്ഷെ അതിൽ തന്നെ അവർ ആ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിലിംഗ് ഉണ്ടല്ലോ, ആ ഒരു പ്രൊജക്റ്റിനെ നമുക്കത് മനസ്സിലായി ഇവർ കാര്യമായിട്ടാണ് ഇതിൽ സംഭവം. എപ്പോഴും ഈ രാമായണം എന്ന് പറഞ്ഞാൽ ആദിപുരുഷന്റെ ഓർമ്മയാണ് വരിക. അതിന്ന് ഒരു തുടക്കം തന്നെ ഒരു നല്ലൊരു സൂചന അവർ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. പണി അറിയണ ആൾക്കാരാണ് ഇതെന്ന് ഇതെന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ വേറൊരു പേര് കണ്ടിട്ടാണ് ഞാൻ ഞെട്ടിയത്. ഹാൻസ് സിമ്മറും AR റഹ്മാനും. എൻ്റെ ജീവിതത്തിൽ ഞാൻ വിചാരിച്ചിട്ടില്ല ഒരു ഇന്ത്യൻ സിനിമയ്ക്ക് ഹാൻസ് സിമ്മർ മ്യൂസിക് ചെയ്യുമെന്ന്. പുള്ളി അങ്ങനെ വലിച്ചു വാരി അങ്ങനെ സിനിമ ചെയ്യുന്ന ആളൊന്നും അല്ല. ഇതെങ്ങനെ കിട്ടിയാണെന്ന് അറിയില്ല, എന്തായാലും പൊളിച്ചു വന്നു. നിതീഷ് തിവാരി എന്ന് പറഞ്ഞിട്ടുള്ള ഡയറക്ടറും അത്യാവശ്യം നല്ല തന്നെയാണ്. ദങ്കലൊക്കെ ചെയ്ത ആളാണ്. പക്ഷേ ഈ ബോളിവുഡുകാരനെ ആയതുകൊണ്ട് ഒന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല. ഇതുവരെ ഉള്ള സംഭവമൊക്കെ വെച്ചിട്ട് നൈസായിട്ടുണ്ട്. 2 പാർട്ടായിട്ടാണ് റിലീസ് ചെയ്യുന്നത്. പാർട്ട് 1 എന്ന് പറയുന്നത് ദീപാവലി 2026 ദീപാവലിക്ക് റിലീസ് ചെയ്യും. സെക്കൻഡ് പാർട്ട് 2027 ദീപാവലിക്ക് റിലീസ് ചെയ്യും. പിന്നെ VFX ചെയ്യുന്നത് നല്ല ക്വാളിറ്റി ടീംസ് ആണ്. നമിത് മൽഹോത്ര എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ഇതിന്റെ പ്രൊഡ്യൂസർ. പുള്ളിയുടെ തന്നെ കമ്പനിയാണ് DNEG എന്ന് പറഞ്ഞിട്ടുള്ള, അവരാണ് VFX ഒക്കെ ചെയ്യുന്നത്. അവരുടെ മുന്നത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ ഇന്റർസ്റ്റെല്ലറും ഡ്യൂണും എക്സ് മാക്കിനൊക്കെയാണ്. അപ്പോൾ പണി അറിയുന്ന ആൾക്കാർ തന്നെയാണ്, അല്ലാണ്ട് ഈ മറ്റേ ലോക്കൽ ടീംസ് അല്ല ആദിപുരുഷിൽ ചെയ്തു വെച്ച പോലെ. പിന്നെ മൊത്തത്തിൽ കാസ്റ്റും കൊള്ളാം, കുറ്റം പറയാനൊന്നുമില്ല. അപ്പോൾ എല്ലാം പേപ്പറിൽ എല്ലാം നന്നായിട്ടുണ്ട്. അത് ചെറിയൊരു ബിറ്റ് ഇങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ, അതും കുഴപ്പമൊന്നുമില്ല. ഇനി ബാക്കിയെല്ലാം കൂടെ നന്നായി കഴിഞ്ഞാൽ ഒരു മാരക ഐറ്റം തന്നെയായിരിക്കും വരാൻ പോകുന്നത്. എന്തായാലും കാത്തിരിക്കുക, വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ ഇപ്പോൾ.